മാഷേ നിനക്കിപ്പോ എന്തോ ഒരു ഇതാവണില്ലേ? എന്ത്? അല്ലാന്ന് ഉള്ളിലൊരിത് ഇല്ലേ? അതുണ്ട്. ഈ ഇതുണ്ടല്ലോ, ഇത് അനുഭവിക്കാത്തവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇത്. അത് ശരിയാ. പക്ഷെ ആ കുട്ടി എന്നോടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ റഹീമേ. അത് ശരിയാണ്. ആ കുട്ടിയുടെ മെസ്സേജാ. മെസ്സേജാ? ആ എന്താണ് ഒന്നുമില്ലേ? ഒരു പിക്കഴിച്ച പിക്ക? ആ എന്തിനായിരിക്കും? ചോദിച്ചു നോക്ക്. പിക്കഴിച്ചു ചോദിച്ചു നോക്കാം. ചോദിച്ചു ഇപ്പഴല്ലേ? അതൊക്കെ ഉണ്ട്. അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇനി എന്ത് നോക്കണം മാഷെ, അയച്ചു കൊടുക്കേ. പിക്കഴിച്ചു കൊടുക്കണോ? പിന്നെ അതന്നെ ചോദിക്കുന്ന അയക്കും മാഷേ. നോക്കട്ടെ, സെൽഫി എടുക്കട്ടെ. ആ കൊടുത്തരി, ഞാൻ എടുത്തുതരാം. ചിരിക്കും മാഷേ. അതന്നെ സന്തോഷമായല്ലോ. പക്ഷെ അതൊരു മുസ്ലിം കുട്ടിയല്ലേ റഹീമേ. എൻ്റെ വീട്ടിലൊന്നും സമ്മതിക്കില്ല, അമ്മയൊക്കെ ആകെ പ്രശ്നം ഉണ്ടാക്കും. എൻ്റെ മാഷെ മനസ്സിലതുണ്ടെങ്കിൽ പിന്നെ ജാതി മതമൊക്കെ ഒരു ഇതാണോ? ആദ്യമൊക്കെ ഓലെ എതിർക്കും, പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കരുത്, നമ്മൾ ഉറച്ചു നിൽക്കണം. ഓലെ എതിർക്കട്ടെ മാഷേ. റഹീമിനിപ്പോൾ അങ്ങനെയൊക്കെ പറയാം. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് കല്യാണമൊക്കെ കഴിഞ്ഞല്ലോ അല്ലേ? എൻ്റെ മാഷേ, അമീറൊക്കെ 4 ആങ്ങളമാരാ, അതും വലിയ ഗുൺഫു ടീം. ഓളൊരു നോക്ക് കാണാൻ പെട്ട പാടെ എനിക്കും പടച്ച റബ്ബിനെ അറിയുള്ളൂ. അമീറാന്റെ ബാപ്പാക്കരത്തെ അഭ്യാസങ്ങളില്ല, കണ്ണ് കെട്ടി പറന്നടിക്കുന്ന മൂപ്പരൊരൈറ്റുണ്ട്. എൻ്റെ മാഷേ, സ്വന്തം മക്കൾക്ക് പോലും അത് ഇതുവരെ പഠിപ്പിച്ചു കൊടുത്തില്ല. ആങ്ങളമാരും 2 ഫുട്ബോൾ ടീമിലുള്ള ശിഷ്യന്മാരുള്ള ആ വലിയ വീട്ടിൽ നിന്ന് ഒരു സുബൈക്ക് ശേഷം ഓളെ കയ്യും പിടിച്ച് ഞാനൊരു പാച്ചില് പാഞ്ഞു. പിന്നെ കേസായി, പോലീസായി, കോടതിയായി. പക്ഷെ നമ്മളതിൽ ഉറച്ചു നിന്ന്. ഇടയ്ക്കരകത്ത് റഹ്മാന്റെ കൂടെ ജീവിക്കാനാണോ അതോ വീട്ടുകാരുടെ കൂടെ പോവാനാണോ അമീറയ്ക്ക് താല്പര്യം? എല്ലാ എതിർപ്പുകളും നമ്മളെ മുന്നിൽ വന്ന് മുട്ടുകുത്തും. അതങ്ങനെ മാഷെ. പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കരുത്, നമ്മൾ ഉറച്ചു നിൽക്കണം. അവരെ എതിർക്കട്ടെ മാഷെ. ശ്രീനി, ഇന്ന് നിന്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടിയേതാ? എൻ്റെ സുഹൃത്താ. അവള് മുസ്ലിമാ? അതെ. നാണമില്ല നിനക്ക് കണ്ട കേട്ടൊക്കെ വീട്ടിലൊന്ന് പറയാൻ? ഒന്നുമില്ലെങ്കിൽ പ്രായത്തിന്റെ പക്വത കാണിച്ചുകൂടെ എനക്ക്? ആ, അതിന് അവനൊന്നും പറഞ്ഞിട്ടില്ല. എന്ത് പറഞ്ഞിട്ടില്ലാന്ന്? നിന്റെ കൂടെ ഒരു കുട്ടിയെ കണ്ടു, അത്രേ പറഞ്ഞിട്ടുള്ളൂ. ആ കണ്ടു. അതെന്റെ സുഹൃത്ത് മാത്രമല്ല, ഞാൻ സ്നേഹിക്കുന്ന കുട്ടിയാണ്. എനിക്കറിയാം നിങ്ങളൊക്കെ അതിനെ എതിർക്കുന്ന ആളുകളാണ്. അവൾക്കിഷ്ടാണോ നിന്നെ? നിങ്ങൾ എന്തിനാ വെറുതെ അവനെ ദേഷ്യപ്പെടുപ്പിക്കുന്നത്? അവർ തമ്മിൽ ഇഷ്ടമാണെങ്കിൽ പിന്നെ ജാതി മതമൊക്കെ ചോദിക്കേണ്ട കാര്യമില്ല. എനിക്ക് ഒരു എതിർപ്പില്ല. എതിർപ്പില്ല? ഒട്ടും എതിർപ്പില്ല. ഇല്ല, ജാതിയും മതമൊന്നും ഒരു പ്രശ്നമല്ല. എങ്ങനെയെങ്കിലും എൻ്റെ കല്യാണം നടന്നു കണ്ടാൽ മതി നമ്മ പറഞ്ഞു. അപ്പൊ സന്തോഷമല്ലോ മാഷേ, ഒക്കെ ആയില്ലേ? ആ കുട്ടി ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല റഹീമേ. ചായ വാങ്ങി തന്ന്, ഫോട്ടോ ചോദിച്ച്, വീണ്ടും കാണണമെന്ന് പറഞ്ഞു. ഇതിൽ സംശയിക്കാനൊന്നുമില്ല മാഷേ. ഇല്ല, ഒന്നും ശരിയാവില്ല. നമുക്ക് എന്തായാലും ആ കുട്ടീനോട് ചോദിക്കണം. ചോദിക്കാല്ലേ? ശരി, ഞാൻ വിളിക്കാം.
ഹലോ. ഗുഡ് മോർണിംഗ് ആ മാഷേ. ഗുഡ് മോർണിംഗ്. മാഷേ, ഇന്ന് എനിക്ക് ഓഫീസിൽ കുറച്ച് തിരക്കുള്ള ദിവസമാണ്. ഇറങ്ങാനും കുറച്ച് വൈകും. അത്യാവശ്യമാണോ? അല്ല, കണ്ടിരുന്നെങ്കിൽ നന്നായിരുന്നു, അത്രേ ഉള്ളൂ. അതെ സഫിയ, ഞാൻ ഇന്ന് നിങ്ങളുടെ ഭാഗത്തേക്ക് വരുന്നുണ്ട് എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേണമെങ്കിൽ ഞാൻ ഓഫീസിലേക്ക് വരാം. വരി മാഷേ. മാഷിക്ക് ബുദ്ധിമുട്ടായെങ്കിലോ വിചാരിച്ച് ഞാൻ അങ്ങോട്ട് പറയാതിരുന്നതാ. ഹാ ഹാ. ഞാൻ ലൊക്കേഷൻ വാട്സപ്പ് ചെയ്ത് തരാം. ഓ മതി മതി. ഓക്കെ ശരി. താങ്ക് യു. ചില്ലറില്ല. ശ്രീനിവാസൻ സർ. ഹലോ സർ. ഹായ്. സഫിയ മാഡം പറഞ്ഞിരുന്നു വരും. ഓഹോ. എന്തായാലും സാർ എടുത്ത തീരുമാനം പെർഫെക്റ്റ് ആണ്. സർ ഇരിക്കൂ സർ. സഫിയ മാഡം ഇപ്പോൾ വരും. സർ പ്ലീസ് ഇറ്റ്. ഹലോ. സർ ഇത് ഓക്കെ അല്ലേ? ഇത് കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. സർ ഇത് ഇത് ഓക്കെ അല്ലേ? മാഷേ, സാറിന് ഓക്കെ ആണെങ്കിൽ വെൽക്കം. മുന്നോട്ട് പോകാം. ഇതാണ് നമ്മുടെ ഓഫീസ്. മാഷേ, വരെ നമുക്ക് അകത്തേക്ക് സംസാരിക്കാം. വരി. ഒരെണ്ണം കാണിച്ചില്ലേ തൊട്ട് മുമ്പ്. മാഷെ കാണുന്ന ഓരോ മീറ്റിങ്ങിലും ഞാനിത് പറയണമെന്ന് വിചാരിക്കും, പക്ഷെ ഓരോ തവണ അത് കലങ്ങി. പക്ഷെ മാഷിനെ ആദ്യം കണ്ടപ്പോഴേ എൻ്റെ മനസ്സിലൊരു ഡിസൈൻ ഉണ്ടായിരുന്നേ. പ്ലീസ് ചെക്ക് ദിസ്. എങ്ങനെയുണ്ട് മാഷേ? എന്ത് തോന്നുന്നു മാഷേ? വിഗ് വയ്ക്കുന്നതിന് ആവശ്യമായ യാതൊരു കൗൺസിലും മാഷിന് ആവശ്യമില്ലെന്ന് എനിക്കറിയാം. യു ആർ സ്ട്രോങ്. ആ ചേട്ടാ, 45 പൊറോട്ട, 20 ബീഫ് ഫ്രൈ, 15 അൽഫാം, പക്ഷെ ക്വാർട്ടർ പീസായിട്ട് കട്ട് ചെയ്യണേ. ആ പിന്നെ 2 ഗീ റൈസും കൂടി. പിന്നെ വേട്ടാ, നിങ്ങൾ ഒരുപാട് സീരിയസ് ആവില്ലേ? മയനേസ് കുറച്ച് കൂടുതൽ വെച്ചോ. അമ്മേ, ഇത് ചേച്ചി മൈനസ് ഓർഡർ ചെയ്യണു. അമ്മേ തേച്ച് മയനേസ് ഓർഡർ. എന്തേലും കഴിച്ചിട്ട് പോടേ, ഉണ്ടാക്കിയത് കളയണ്ട. ഓഫീസിലെ ഫുഡ് ഞാൻ ചേച്ചിയല്ലേ, നമ്മുടെ ഫുഡൊന്നും പറ്റൂല അമ്മേ. നിനക്കെന്ന് ക്ലാസ് ഇല്ലേ? പോയി കുളിക്കടി. ഇതാ ചായ. നീ എന്നാ രവി പറഞ്ഞ ആളെ കാണാൻ പോകാൻ മറക്കരുത് കേട്ടോ. 4 മണിക്കാ ഞാൻ പോവാമേ. എനിക്ക് ഓഫീസിൽ പോകാൻ ലേറ്റാണ്, ഞാൻ പോവാം. വേഗം വന്നു, നല്ല ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ബ്ലാക്ക് സാരി സൂപ്പർ ആയിട്ടുണ്ട്. ഞാൻ ഒരു എടുക്കാൻ പറ്റുന്നു. ഏയ് മുടിയൊന്നും വെച്ചില്ല. എന്താ ലേറ്റ് ആയി? ട്രാഫിക് ആയിരുന്നു. ചേച്ചി കൊടുത്തിട്ട്
എന്ത് ബോറാണിത്. ഒന്ന് അടങ്ങി ഒതുങ്ങിയിരിക്ക്. പെണ്ണുങ്ങളെല്ലാരും ഒന്ന് അടങ്ങി ഒതുങ്ങി ഇരുന്നോളി. ദാ ഇതുപോലെ. ഈ ചേട്ടനൊന്നും ഇങ്ങോട്ട് എന്താടോ കുറെ നേരം ആയാലും അമ്മ വിളിക്കണു. അച്ഛൻ്റെ ഫ്രണ്ട് വരെ ഒരു കുരുക്ക പെണ്ണാണ്. ഇന്ന് വൈകിട്ട് നില പാർക്കിൽ പോയി കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ലേ നല്ലത്, വീട്ടിലെത്തി വെറുതെ മിച്ചർ ഞാൻ കൊടുക്കണ്ടല്ലോ. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് ചേച്ചി. ഹലോ ഹലോ, ഞാനിവിടെ പാർക്കിലുണ്ട്. ഇവിടെ ഒരു അത്തിമരം ഇല്ലേ, ഞാൻ അതിന് താഴെയുണ്ട്. ഇവിടെ ഒരു തടിച്ച കുട്ടിയെ മാത്രം കാണുന്നുള്ളൂ. അത് ഞാനാ. ഹായ്. ഞാനത് അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലോ കേട്ടോ. കുഴപ്പമില്ല, ഇത്രയൊക്കെ പ്രതീക്ഷ ഉണ്ടാവില്ലല്ലേ? അല്ല നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ഓ, നല്ല ചൂടുണ്ടല്ലേ? ഗ്ലോബൽ വാർമിങ്ങിൻ്റെ എന്തോ? അല്ല, ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഭയങ്കര ചൂടുണ്ട്. ഓഫീസിൽ നിന്നാ. ഇന്ന് ആനുവൽ പ്രോഗ്രാമാ. അപ്പം അവിടെ നിന്ന് മുങ്ങിയതാ. പ്രോഗ്രാം ആണെങ്കിൽ പോയിക്കോളൂ. അല്ലല്ല, കുഴപ്പമില്ല. എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ഇല്ല, മീറ്റിംഗ് കഴിഞ്ഞു. ഞാൻ സ്കൂട്ടി എടുത്തിട്ടില്ല, ബസ് സ്റ്റോപ്പിൽ നിൽക്കാൻ അങ്ങോട്ട് വരാനായിട്ട്. ഞാൻ വന്നിട്ട് പറയാം. ശരി. എങ്ങനെ പോകും? ഓഫീസ് ഇവിടെ അടുത്താ, അപ്പം ബസ് വിളിച്ച് പോകാൻ വെച്ചു. ഞാൻ പഠിച്ചതെന്ന് ഒരടയാളത്തിന് വേണ്ടി പറഞ്ഞാട്ടോ. കുറ്റിപ്പുറ പോട്ടെ. ടിക്കറ്റ് എന്താ ഈ ചെക്കനെ കണ്ടിട്ട്? എൻ്റെ ഒരു ഫോട്ടോ എടുത്തയക്കണോ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? ഞാൻ കൊടുത്തു. ഞാൻ അന്ന് തന്നെ രവിയുടെ കയ്യിൽ കൊടുത്തായിരുന്നല്ലോ. നീ ഉണ്ടായിരുന്നില്ലേ ഞാനും എൻ്റെ ഒപ്പം? അമ്മയ്ക്കൊന്നും ഓർമ്മപ്പെടുത്തായിരുന്നില്ലേ? അവൻ മറന്നുണ്ടാവും. രവി പറഞ്ഞ കുട്ടീനെ നീ പോയി കണ്ടാ? ശരിയാവില്ല, അത് ഭയങ്കര തടിച്ചിട്ടൊരു കുട്ടിയാ. സ്കോർപിയൻ ക്ലാസ്സിലെ ആദ്യ ഇന്ത്യൻ മുങ്ങിക്കപ്പൽ INS കൽവരി നേവിയുടെ ഭാഗമായി ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള വളരുന്ന കരുത്തുള്ള കൽവരി ഫ്രാൻസിന്റെ സഹായത്തോടെ ഇന്ത്യ നിർമ്മിക്കുന്ന ഇതെന്തിനാ ചേച്ചി? മൂപ്പൻ്റെ നിപ്പ് കണ്ടപ്പോളേ ആകെ പാവം തോന്നി. ചേച്ചി ഇതായി കൊടുക്കാൻ പോവാ? കൊടുക്കല്ലേ?
അത് ആൾക്കൊരു ഇൻസൾട്ടായി തോന്നൂലേ? ഒരു കണ്ണട കളഞ്ഞു കിട്ടി നമ്മൾ ഉടമസ്ഥന് കൊടുക്കൂലേ? അപ്പോൾ ഒരു വെപ്പല് കിട്ടിയാൽ തിരിച്ചു കൊടുക്കൂ? നീ ഒന്നും മിണ്ടാതിരുന്നേ, വെറുതെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ. ചേച്ചി നിങ്ങൾ തന്നെ, നമുക്ക് രവിമാമൻ്റെ കൊടുക്കാം. ആളല്ലേ ഇതൊക്കെ ഉണ്ടാക്കിയത്. അത് വേണ്ട, ഞാൻ തന്നെ കൊണ്ട് കൊടുത്തോളാം. നിങ്ങളിത് ആരത്തും പറയാമെന്ന് നിൽക്കണ്ട. ഓട്ടോ പക്ഷേ താങ്ക്സ്. ഞാൻ നാളെ നേരത്തെ എത്തിക്കോളാം. ഓ കുഴപ്പമില്ല, ഫ്രണ്ട് കൂടെ ഉണ്ടല്ലോ. എവിടെ പോണം? അതെന്ത് ചോദ്യാ മാഷേ, വീട്ടിൽ അമീർ ഒറ്റക്കല്ലുള്ളൂ. പിന്നെ അയാൾ ഒരു ബോധമില്ലാത്ത മനുഷ്യനാ. എങ്ങോട്ട് ഇറങ്ങിപ്പോയി നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ നാളെ കോളേജിൽ നിന്ന് കാണാം. ഹലോ ഹലോ, ഒന്നും ഇവിടെ വെക്കാൻ പറ്റില്ല. ചേച്ചി, വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയാ? വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയതാണോ ഇതിൻ്റെ പ്രശ്നം? പാവാ ചേട്ടൻ അവിടെ ഒറ്റയ്ക്ക്. അത് ഒറ്റയ്ക്കൊന്നുമല്ല, അവിടെ കൂട്ടുകാരനുണ്ട്. എന്തായാലും ചേച്ചി ആളെ കാണാൻ പോകുമ്പോഴൊക്കെ ആൾക്ക് ദുരന്താണല്ലോ. ഇവർ കല്യാണം കഴിച്ച പൊളിക്കും. രണ്ടും ഇറങ്ങിപ്പോ, എനിക്കിടന്ന് ഉറങ്ങണം. പോ. ഗുഡ് നൈറ്റ് ചേച്ചി. ഗുഡ് നൈറ്റ്. ഹലോ. ആഹാ പറയൂ. ഞാൻ പോകുന്നത് മാഷിനും ഫ്രണ്ടിനും ഇടങ്ങിയാറായില്ലേ? ഏയ് അത് കുഴപ്പമൊന്നുമില്ല. മറ്റയാള് വീട്ടിൽ പോയി, പുള്ളിയുടെ ഭാര്യ ഒറ്റക്കാണ് വീട്ടിലെ. അയ്യോ, എന്നാ ഞാൻ വീട്ടിൽ പറഞ്ഞിട്ട് അങ്ങോട്ട് പോരാം. ഹേയ് എന്റെ കാര്യമൊന്നുമില്ല. അപ്പോ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ശരി. ബണ്ണാണോ? പണ്ണോ? ആ. പണ്ണോ വേറെന്താ? പാലുണ്ടാവും.
ഒരു ചെറിയ ആക്സിഡന്റ് പറ്റതാ, കുഴപ്പമില്ല. ഞാൻ വീട്ടിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് കോളേജിൽ പോട്ടെ. ഞാൻ ചായ ഒന്നും കുടിച്ചില്ല. ഓക്കെ. ആ വണ്ടി ഇടിച്ച പെൺകുട്ടി ഉണ്ടല്ലോ, അത് വരും. പോയിട്ട് വരാം. അല്ല മാഷേ, നിങ്ങൾ ആ വിഗും വെച്ചിട്ട് പോലെ കാണാൻ പോയത്? നിങ്ങൾ ആളൊരു വമ്പൻ തന്നെ കേട്ടാ. റഹീമ, നിങ്ങൾ അതൊന്നും പറഞ്ഞിട്ട് കണക്ക് കയറ്റിക്കല്ല കേട്ടോ. എല്ലാം കൂടി എത്രയായി? 9341 രൂപ. പിന്നെ ചായ, ബണ്ണ് പോലെ അതിൻ്റെ പൈസ എക്സ്ട്രാ. സാരില്ല മാഷേ, നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ശ്രീധരത്തിന് കൂട്ടി വാങ്ങാലോ. നിങ്ങൾ എന്നെ കളിയാക്കുക. എപ്പോഴാണ് ഡിസ്ചാർജ്? ഉച്ചയാവുന്ന പറഞ്ഞു. എന്നാ പിന്നെ സമയം കളയണ്ട മാഷേ, എളുപ്പം തന്നെ പോയിക്കോ. ചൂടാറായി പിന്നെ ചോദിക്കാൻ പറ്റൂല. അത് പോയിന്റ്. ഫോണിട്ടു. കറക്റ്റ് പോയിന്റ്. അത് ഫോണ്. സോറി, ഞാനേ. ശരി മാഷെ. ചിന്നു, മാഷേ, എവിടെ പോണോ? മൂപ്പരെ വീട്ടിൽ കൊണ്ടാക്കണം എന്നാ ഡോക്ടർ പറഞ്ഞേ. ആണോ? നിങ്ങളുടെ വീട് എവിടെ? തിരുവനന്തപുരത്തെന്നാ പറഞ്ഞേ. ഞാനും പറയാം. തിരൂരിലേക്കോ? മാഷിന് ബുദ്ധിമുട്ടാവില്ലേ? ഇല്ല, ഞാൻ എന്തായാലും ഹാഫ് ഡേ ലീവ് കൊടുത്തു. ആണോ? നന്നായി, അതാകുമ്പോ ഒരു കമ്പനി ആവുമല്ലോ. മാഷ് കയറിക്കോ. ഹോസ്പിറ്റലിലെ ബില്ല്. എക്സ്റേ സ്കാനിങ്. ശരി മാഷേ. മാഷിന് എന്തായാലും ഉറക്കമൊക്കെ ശരിയായില്ലേ? ഹേയ്, വല്ലപ്പോഴും ഒരു ബ്രേക്ക് അല്ലേ, അത് രസമാണ്. അതെ, ഇവർക്ക് വഴിയറിയും. ബസ്സിൽ പോയാൽ അറിയാന്നാ പറഞ്ഞേ. അവരുടെ ബസ്സിൽ പറയായിരുന്നല്ലേ. പക്ഷെ മൂപ്പർക്ക് കാറിൽ തന്നെ പോയാൽ മതി. ബണ്ണില്ല ഇവിടെ. ബണ്ണില്ലേ? ബസ് സ്റ്റോപ്പ് എത്തിട്ടാ. വലത്തോട്ട് അതന്നെ എനിക്കറിയാലോ. വലത്തോട്ട് നിർത്തിക്കോ, നമ്മുടെ ഇറങ്ങിക്കോളാം. ഹംസല്ലേ ഇത്? എന്താ കാറൊക്കെ? അതെ, ഈ അങ്ങാടിയിൽ ഒരു കാറിൽ വന്ന് ഇറങ്ങണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നുള്ളൂ. അത് നടന്നു. വീട്ടിലേക്കുള്ള വഴി എനിക്കറിയാം, ഞാൻ പോയിക്കോളാം. താങ്ക്സ്.